ശബരിമലയെ ഏതെല്ലാം തരത്തിൽ കൊള്ളയടിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളയടിച്ച് കൊള്ളക്കാരെല്ലാം തന്നെ ചീർത്ത് വരികയാണ്. തരം കിട്ടുമ്പോൾ കപ്പാൻ മടിയില്ലാത്ത ഒരു വലിയ വർഗമായി തീർന്നിരിക്കുകയാണ് നമ്മുടെ തൊഴിലാളി പാർട്ടിയും ഭരണകൂടവും. കേരളത്തിന് ഏറ്റവും വലിയ വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമാണ്. കാനന ക്ഷേത്രമാണ്. നിത്യപൂജയില്ല. വർഷത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം തുറന്നിരിക്കുന്നു. കാടും മേടും താണ്ടി വേണം സന്നിധാനത്ത് എത്തിച്ചേരാൻ. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. ഒരു 300-350 കോടി രൂപ വരുമാനം. സർക്കാരിന് പ്രതിവർഷം 1500 കോടിയോളം ഖജനാവിലേക്ക് ചെല്ലുന്നു. തീർത്ഥാടന കാലത്ത് ഒരു ഭക്തൻ മല കയറി ഇറങ്ങി വരുമ്പോൾ കുറഞ്ഞത് 200 രൂപയാണ് ഖജനാവിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ കേരളത്തിന്റെ വളർച്ചയിൽ ശബരിമല നിർണായക പങ്ക് വഹിച്ചു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ സഖാക്കന്മാരെ ചേർത്തു വരുന്നതിലും നിർണായകമായ പങ്കാണ് ശബരിമല വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദ്വാരപാലകരുടെ ഈ സ്വർണപ്പാളികളിൽ നിന്ന് തുടങ്ങിയതാണ്. അതിപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു? ശ്രീകോവിലിന്റെ കട്ടിള, അതുപോലെ അയ്യപ്പനിൽ യോഗദണ്ഡ, രുദ്രാക്ഷമാല, വർഷങ്ങളായി അത് ഉപയോഗിച്ചു വരികയാണ്. പന്തളം കൊട്ടാരം നൽകിയതാണത്. പന്തളം കൊട്ടാരത്തിനാണ് ശബരിമലയിലെ പിതൃതുല്യ സ്ഥാനമാണുള്ളത്. അയ്യപ്പന്റെ നാടാണ് പന്തളം എന്ന് പറയുന്നത്. ശബരിമല വർഷങ്ങളായിട്ട് പലതരത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീകോവിലിന്റെ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അത് ചെമ്പുപാളി നീക്കി സ്വർണമായി എന്നുള്ളതാണ്. അപ്പോഴാണ് ശരിക്കും നമുക്ക് ആ പഴയ പാട്ട് ഓർമ്മ വരുന്നത്, ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്നുള്ളത്. ചെമ്പുപാളി ഉണ്ടായിരുന്ന കാലത്തും ഈ പാട്ടുണ്ട്. പിന്നെ സ്വർണത്തിൽ പൊതിഞ്ഞ കൊടിമരം. ഇപ്പോൾ ശ്രീകോവിൽ കംപ്ലീറ്റ് സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ്. ഇത് 1998-99 വിജയമല്യയാണ് ഈ ശ്രീകോവിൽ സ്വർണം പൊതിയാനായിട്ട് എല്ലാ സഹായവും ചെയ്തത്. 30 കിലോയിലധികം സ്വർണം നൽകി. അന്ന് അദ്ദേഹം ശബരിമലയിൽ അതിനു മുമ്പ് ദർശനം നടത്തിയപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചു, എന്തുകൊണ്ട് ശബരിമലയും പഞ്ചാബിലെ സുവർണ ക്ഷേത്രം പോലെ സുവർണമായിക്കൂടാ? ആകാമല്ലോ എന്ന് ബോർഡ് പ്രസിഡന്റ് പറയുകയുണ്ടായി. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം പിന്നീട് ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്തു. അന്ന് 98-99 ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞു. ശബരിമലയിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പണി നടക്കുമ്പോൾ തീർത്ഥാടന കാലമോ അല്ലെങ്കിൽ മാസപൂജ സമയത്തോ ആയിരിക്കത്തില്ല. അത്തരത്തിലുള്ള പണികളെല്ലാം നീണ്ടുപോവുകയാണെങ്കിൽ പോലും നട തുറന്നിരിക്കുന്ന അവസരത്തിൽ അത് നിർത്തിവെക്കും. തീർത്ഥാടന കാലത്ത് യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള പണികളിലേക്ക് പോകില്ല. അത് ശബരിമലയിൽ അതിന്റെ ദേവഹിതം അനുസരിച്ച് ഭഗവാന്റെ അനുജ്ഞ വാങ്ങും, തന്ത്രിയുടെ അനുമതി വാങ്ങും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ശബരിമല ഇത്തരത്തിലുള്ള പണികളെല്ലാം തന്നെ അവിടെ വെച്ച് തന്നെ ശ്രീകോവിലിന്റെ തിരുമുറ്റത്ത് വെച്ച് തന്നെ നടത്തും. പണിയിൽ ഏർപ്പെടുന്നവര് അതികഠിനമായ, ശബരിമലയ്ക്ക് ഒരു ഭക്തൻ ഏതു തരത്തിൽ വ്രതമെടുത്തു പോകുന്നുവോ അതുപോലെ തന്നെ വ്രതമെടുത്ത് അവിടെ പണിയിൽ ഏർപ്പെടും. കാരണം അയ്യപ്പ സന്നിധിയിലാണ്, ശ്രീകോവിലിന്റെ തിരുമുറ്റത്താണ്. അപ്പൊ അതിനകത്ത് ഒരു യഥാർത്ഥ ഭക്തനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്.
ഒന്നും 18-ാം പടിക്ക് താഴേക്ക് കൊണ്ടുവരില്ല. പക്ഷെ 1998, 99 പിന്നെ ഈ വിജയമല്യ ഈ ശ്രീകോവിലിന് പിന്നെ സ്വർണം പൊതിഞ്ഞു. അപ്പോൾ ഈ മുകളിലൊരു താഴിക കുടങ്ങളുണ്ട്. അത് ചെമ്പുപാളി ഉണ്ടായിരുന്ന സമയത്തും ചെമ്പുപാളി ആയിരുന്ന സമയത്തും താഴിക കുടങ്ങളുണ്ട്. അപ്പൊ വിജയമല്യ ഈ സ്വർണം പൊതിയുന്നതിന് വേണ്ടി നൽകിയപ്പോൾ ഈ താഴിക കുടങ്ങളും താഴെ ഇറക്കി സ്വർണം പൊതിഞ്ഞു. 3 താഴിക കുടങ്ങളാണുള്ളത് ശ്രീകോവിലിന് മുകളിൽ. അതിന്റെ ഇത് പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞ ഒരു കലശ പൂജയുണ്ട്. ഈ കലശ പൂജയ്ക്ക് വിജയമല്യയും എത്തി. അദ്ദേഹം അതിനു മുമ്പ് ഇതിന് വേണ്ടതായ സ്വർണവും എല്ലാം ഇവിടെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈ താഴികക്കുളങ്ങളാണ് 2017 ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീണ്ടും താഴെ ഇറക്കി പമ്പയിലേക്ക് കൊണ്ടുപോയി. നോക്കണം, 1998, 99 ഇതെന്നാണ് ഈ താഴികക്കുടം ഉണ്ടായതെന്ന് ചോദിച്ചാൽ 1950 തീപിടുത്തത്തിന് ശേഷം ക്ഷേത്രം പുനർനിർമ്മിച്ചു. അപ്പോൾ പുനർനിർമ്മിച്ചപ്പോൾ സ്ഥാപിച്ചതാണ് ഈ 3 ചെമ്പ് താഴികക്കുടങ്ങൾ. പിന്നീട് ഇങ്ങോട്ട് ദീർഘകാലം ചെമ്പുപാളി ആയിരുന്നല്ലോ. വിജയമല്യ ഇത് സ്വർണത്തിൽ പൊതിഞ്ഞു കൊടുത്തു. അപ്പോൾ 2017 ഈ കൊടിമരത്തിന്റെ പണി നടക്കുന്നു. കൊടിമരം ജീർണത സംഭവിച്ചു. അതുകൊണ്ടാണ് അച്ചൻകോവിൽ വനത്തിൽ നിന്ന് അവിടെ ഏത് ദിശയിലേക്കാണോ ആ തേക്കുമരം നിന്ന് അതേ ദിശയിലേക്ക് ആക്കി ഇവിടെ സന്നിധാനത്ത് എത്തിച്ചു. പമ്പയിൽ കൊണ്ടുവന്ന് തൈലാദിവാസമൊക്കെ നടത്തി നിലം തൊടാതെ ഭക്തർ സന്നിധാനത്ത് എത്തിച്ചു. അപ്പോൾ അന്ന് ആ ശ്രീകോവിൽ കൊടിമരത്തിന്റെ സ്വർണ്ണ പൂശൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ താഴികക്കുടങ്ങളും താഴെ ഇറക്കി. 2017 എന്ന് പറയുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ കാലാവധി 3 വർഷമാണ്. പ്രയാറിന് കാലാവധി 3 വർഷം കൊടുത്തില്ല. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമല തീർത്ഥാടനത്തിന് തൊട്ടുമുമ്പ് ഒരു ശബരിമലയിലേക്ക് പമ്പയിലേക്ക് വരികയുണ്ടായി. അവിടെ വന്നൊരു അവലോകന യോഗം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ശബരിമല എന്തുകൊണ്ട് 365 ദിവസവും തുറന്നുകൂടാ എന്നൊരു ചോദ്യം ഉയർന്നു. അതിന് കൃത്യമായിട്ട് പ്രയാർ എഴുന്നേറ്റ് നിന്ന് മറുപടി കൊടുത്തു. എന്തുകൊണ്ട് അത് 360 ദിവസം തുറക്കുന്നില്ല, അതിന്റെ എല്ലാ കാര്യങ്ങളും ആചാര അനുഷ്ഠാന കാര്യങ്ങൾ കാര്യകാരണം സഹിതം വിശദീകരിച്ചു കൊടുത്തു. പ്രയാർ ഒന്നാം തരം ഭക്തനായിരുന്നു. ഈ കോൺഗ്രസ്സുകാരുടെ എല്ലാ ഗുണങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല വഴിക്കൂടെ പോയ ആളാണ്. അന്ന് പിണറായി വിജയൻ നോട്ടമിട്ടു ഇങ്ങനെ കാര്യകാരണങ്ങൾ സഹിതം അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തതിന്റെ പേരില്. അതുകൊണ്ട് എന്ത് പറ്റി? പ്രയാറിന്റെ കാലാവധി 3 വർഷം തികച്ചില്ല. ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി കുറച്ചു. അതിനുശേഷമാണ് പിന്നെ പത്മകുമാർ വരുന്നത്. ഇനിയിപ്പോൾ ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി കൂട്ടാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ പ്രയാർ ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളത് ഇവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ താഴികക്കുടങ്ങൾ ക്ഷേത്ര സന്നിധി വിട്ട് ഒരിക്കലും പുറത്തേക്ക് പോകാൻ പാടില്ലാത്തവയാണ്. അതും അയ്യപ്പ വിഗ്രഹത്തിൽ അണിഞ്ഞിരിക്കുന്ന രുദ്രാക്ഷമാലയും യോഗദണ്ഡും. നട തുറക്കുന്ന അവസരത്തിൽ അയ്യപ്പൻ ഭസ്മാഭിഷിക്തനായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഒരു 5 ദിവസം നട തുറന്നു, അല്ലെങ്കിൽ തീർത്ഥാടന കാലം മുഴുവൻ നട തുറന്ന് കഴിഞ്ഞ് പിന്നെ നട അടയ്ക്കുമ്പോൾ ഭസ്മാഭിഷിക്തനാക്കി തലയെക്കെട്ടും കെട്ടി രുദ്രാക്ഷമാലയും അണിയിച്ച് യോഗദണ്ഡും കൊടുത്തിരുത്തുകയാണ്. അയ്യപ്പൻ താപസ വേഷധാരിയാണ്, കാനനവാസനാണല്ലോ. അപ്പൊ അത്തരത്തിലിരുത്തും. യോഗ സമാധിയിലാണ് ഇരുത്തുന്നത്. അപ്പോൾ അങ്ങനെ ആ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പോലും പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. സ്വർണം കെട്ടിക്കാനെന്ന് പറഞ്ഞാൽ താഴികക്കുടങ്ങളും പമ്പ വരെ പോയി. പല കാര്യങ്ങളിലും സംശയിക്കേണ്ടിയിരിക്കുന്നു. താഴികക്കുടങ്ങൾ തിരികെ വെച്ചു. ആ താഴികക്കുടങ്ങളിൽ എന്തെല്ലാം ചോർച്ച സംഭവിച്ചു, ഇതും കണ്ടെത്തേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ശബരിമലയിലെ താഴികക്കുടവും പമ്പ കടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.